ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി ബർത്ത്ഡേ ബ്ലോഗാണ്. ഞങ്ങൾക്കുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം എഴുന്നേറ്റിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് പാച്ചുക്കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടോ. ഒന്നും അറേഞ്ച് ഒന്നും ചെയ്യുന്നില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് അല്ലേ, അതങ്ങ് നടത്തി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾ ആ ഒരു പ്രതീക്ഷയിൽ കിടന്നപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. പിന്നെ ഞങ്ങൾ 2 ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ബാഗും ഭയങ്കര ഇഷ്ടമാണ്. ബാർബി ഡോൾ പോലത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ബാഗും പിന്നെ ഒരു ചെറിയ ടേബിളും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക കുറച്ച് ഹെയർ ആക്സസറീസ്. അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ ശേഷം അലക്സയുടെ പാട്ടൊക്കെ ഇട്ടോളാൻ പറഞ്ഞു. നേരെ ബാച്ചുനെ പോയി വിളിച്ചു കേട്ടോ. ബാച്ച് എവിടെ നിന്ന് എഴുന്നേൽക്കുന്നു, ഭയങ്കര ഉറക്കം. കാരണം തലേന്ന് തന്നെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ആൾ നല്ല കൂർക്കം വിളിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തനിയെ എഴുന്നേറ്റ് വരട്ടെ എന്ന് കരുതി അങ്ങനെ തനിയെ ആളങ്ങ് എഴുന്നേറ്റ് വന്നപ്പോൾ ആളങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. ഇത് ഇങ്ങനെ ഒന്നും ആൾ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെന്നാ ഇതെപ്പം നിങ്ങൾ ചെയ്തു എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ. അപ്പോൾ ഇക്കാൻ്റെ ടേബിളും മറ്റേ ആ ഒരു ബാഗും ഒക്കെ കൊടുത്തു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ബാഗ്സ്. പിന്നെ ടേബിൾ ഇതുപോലെ താഴത്തൊക്കെ ഇരിക്കുമ്പോൾ പഠിക്കാനും ഒക്കെ ആയിട്ട് ഒരു കുട്ടി ടേബിൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേബിളാണ് കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പൊക്കെ നമുക്ക് വെക്കാനും എല്ലാം പറ്റും കേട്ടോ. പിന്നെ എൻ്റെ വക ആളുടെ ഗിഫ്റ്റ്, എൻ്റെ വക ആ ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തോട്ടെ. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ഹെയർ ആക്സസറീസാണ്. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവർ ക്ലിപ്സൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്നിട്ട് ഞാൻ അതേ വാങ്ങിയിട്ടുള്ളൂ. കുട്ടി കുട്ടി ആഗ്രഹങ്ങളായിരിക്കും കൊച്ചു പിള്ളേർക്ക് ഉള്ളത്. അത് നമ്മൾ നേടിക്കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു സർപ്രൈസ് ആകുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ എൻ്റെ ഹെയർ ആക്സസറീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതുപോലത്തെ കുറച്ച് ഹെയർ ആക്സസറീസാണ് ഞാൻ പാച്ചുവിന് അറേഞ്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നല്ല മോഡൽ ടൈപ്പ് വാങ്ങിക്കാന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്കതൊന്നും കിട്ടിയില്ല ആദ്യം പറഞ്ഞ്. അതുള്ളത് അങ്ങ് കൊടുത്തു. പിന്നെ ഞങ്ങളൊരു നീണ്ട ബ്രേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിക്കലും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. പിന്നെ കൊച്ചാപ്പാടെ വക ഒരു അടിപൊളി ഹണി കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ഹണി കേക്ക് ഞാൻ കട്ട് ചെയ്ത് എല്ലാവർക്കും വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഇങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സെലിബ്രേഷൻ പോലെ നമ്മൾ 2 കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാഞ്ചോ പിന്നെ പാച്ചുവിൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലൂബെറി കേക്ക്. അപ്പോൾ പാച്ചു ഒക്കെ അറേഞ്ച് ചെയ്ത് പാച്ചുവിന് ഒരുക്കി ചക്കുട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരി കുട്ടിയായിട്ട് മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. പാച്ചക്കുട്ടീനെ കേക്ക് കട്ടിങ് അങ്ങനെ കഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അതുപോലൊരു മൈൻഡായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ എല്ലാവരെയും വിളിച്ച് അങ്ങനെ നടത്താറില്ല. ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്താറുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളായിട്ട് മാത്രമായിട്ടാണ് സാധാരണ നടത്താറ്. അപ്പോൾ ഇത്ര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവരെയും വന്ന ഭയങ്കര ഒരു സന്തോഷം മനസ്സിൽ തോന്നി കേട്ടോ. അങ്ങനെ പാച്ചൂസ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ പറയുമായിരുന്നു. എല്ലാവർക്കും കേക്ക് പീസൊക്കെ എടുത്ത് കൊടുത്തെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് ഗിഫ്റ്റ്സ്, ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് ഓരോ ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോവാണ്. അതുവഴിക്ക് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് അങ്ങോട്ട് പോയി കേട്ടോ. ആലപ്പുഴയ്ക്കെല്ലാം പോയി എല്ലാം ഒന്ന് കണ്ട് എല്ലാം കറങ്ങി നടന്നു. അതിന് ശേഷം വൈകുന്നേരം ഏകദേശം ഒരു 10-10:30 കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ടും വന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ നാളത്തേക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഇപ്പോൾ ഇവർക്ക് സ്വീറ്റ്സ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ പെൻസിലും നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കുട്ടികൾക്ക് നമുക്ക് പെൻസിൽ കൊടുക്കാം. അതുപോലെ ടീച്ചേഴ്സിന് പേനയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാം ഒന്ന് വാങ്ങി എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ മാറിക്കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബായ്.